ഈ വെസ്റ്റ് ഗോദാവരി, ഈസ്റ്റ് ഗോദാവരി എന്ന് പറഞ്ഞ വലിയ 2 ജില്ലകളിൽ, തരിശു ഭൂമിയായിട്ട് കിടന്ന ജില്ലകൾ, ഈ ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നൊഴുകുന്ന ഈ ഗോദാവരി നദിയുടെ വെള്ളം ഉപയോഗിച്ച് ഈ 2 ജില്ലകളിലേക്കും കൊണ്ടുപോയി ആ ജില്ലകളിൽ കൃഷികൾ നടത്തി അത് ഡെവലപ്പായി. അവിടുത്തെ കരിമ്പും പഞ്ഞിയും അതുപോലെ ഗോതമ്പും അരിയൊക്കെ കൃഷി ചെയ്യാനുള്ള ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സർ ആർതർ കാട്ടനാണ്. ആർതർ കാട്ടൻ വലിയ വിദഗ്ധനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. ചെറുപ്പത്തിൽ തൊട്ട് തന്നെ വലിയ നല്ല പാഠമുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് എല്ലാം പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. സർ ആർതർ കാട്ടൻ ഒരു ക്രിസ്ത്യൻ മിഷണറി കൂടി ആയിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അദ്ദേഹം സ്ഥാപിച്ചൊരു സഭയാണ് ഗോദാവരി ഡെൽറ്റ മിഷൻ എന്ന് പറയുന്നത്. അദ്ദേഹം സ്ഥാപിച്ചൊരു സഭയാണ്. ആ ഒരു സഭ, അതായത് ഈ 2 ജില്ലകളുടെ ഒരു കോടിക്കണക്കിന് രൂപയുള്ള വരുമാനം. ഇപ്പോൾ ഇതിന് നമുക്ക് മലയാളിയുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് സാധാരണ കുത്തരി എന്നൊക്കെ പറയുന്നത് ആന്ധ്രാപ്രദേശിൽ കൊണ്ടുപോകുന്നതുണ്ടോ, അമലാപുരം എന്ന് പറയുന്നത് ഈ റോഡ് പോകുന്നതുണ്ടോ, ഇത് പോകുന്ന ഈസ്റ്റ് ഗോദാവരി ജില്ലയുടെ പ്രധാനപ്പെട്ട കൃഷി സ്ഥലങ്ങളിലേക്ക് പോകുന്ന അമലാപുരം എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് വെസ്റ്റ് ഗോദാവരി. ഇവിടെ നിന്നാണ് സൗത്ത് ഇന്ത്യയിലുള്ള കുത്തരി അടക്കമുള്ള അരി ഉൽപ്പാദിപ്പിക്കുകയും കേരളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറയുന്നത്, ഈ മിഷണറി ആയിട്ടുള്ള സർ ആർതർ കാട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ കഴിക്കുന്ന അരി എങ്ങനെ വന്നേനെ എന്ന് ഒരുപക്ഷെ ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അദ്ദേഹം സ്ഥാപിച്ച സഭകൾ പോലെ തന്നെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ അത് തീർച്ചയായിട്ടും കാലങ്ങളോളം ഓർത്തിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ആ കാര്യത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിൽ നല്ല ലോകത്തിൽ മുഴുവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചാൽ അവർ ഈ ലോകത്തിൻ്റെ നട്ടെല്ലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ആർതർ കാട്ടൻ്റെ ആ ഒരു ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം ദൈവം അയച്ചൊരു മനുഷ്യനായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. സർ ആർതർ കാട്ടൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നത്. അതായത് ഇതൊരു പെയിൻറ്റിംഗ് ആണ് ശരിക്കും ആർതർ കാട്ടൻ്റെ, സർ ആർതർ കാട്ടൻ. അതായത് അന്നത്തെ ഗോദാവരി നദിയുടെ കുറുകെയുള്ള ഡാം പണിതതിൻ്റെ ഒരു ഫോട്ടോയാണിത്. ഇതാണ് അതിൻ്റെ മുഴുവൻ ഡെൽറ്റ, ഗോദാവരിയുടെ ഡെൽറ്റ സിസ്റ്റത്തിൻ്റെ മുഴുവൻ, അതായത് വെസ്റ്റേൺ, സെൻട്രൽ ഡെൽറ്റ, ഈസ്റ്റേൺ ഡെൽറ്റ. ഇത് ഗോദാവരി നദിയുടെ വിഭാഗത്തുള്ള മുഴുവൻ വില്ലേജുകളും അതിൻ്റെ സ്ഥലങ്ങളും ദ്വീപുകളൊക്കെ അടങ്ങുന്നതിൻ്റെ ഒരു പിക്ചറാണ് ഈ കാണുന്നത്. ഇത് ഏത് വർഷമാണ് വരച്ചതെന്ന് നമുക്ക് ബാരേജുകളെ കുറിച്ചൊക്കെ ഉണ്ടെങ്കിലും ഇത് വർഷം വരച്ചതെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന രാജമന്ത്രി എന്ന് പറഞ്ഞ സ്ഥലം. ഇതാണ് ഇത് രാജമന്ത്രിയുടെ ഓവർ ബ്രിഡ്ജുകൾ. ഇത് ഗൗതമി ഗോദാവരി റിവർ, ഇത് വർഷിത ഗോദാവരി റിവർ, ഇത് വസിഷ്ഠ ഗോദാവരി റിവർ. അങ്ങനെ ഈ സ്ഥലങ്ങളിലെല്ലാം വ്യാപിച്ച് കിടക്കുന്നതാണ് ഈ ഗോദാവരിയുടെ നദി. ശരി, ഇത് കൊല്ലേരി തടാകമാണ്. വെസ്റ്റ് ഗോദാവരിയുടെ ഏലൂര് കൊല്ലേരി തടാകമാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഇന്ത്യയിലെ കൊല്ലേരി തടാകം എന്ന് പറയുന്നത്. പിന്നെ ഈ ഭാഗം ഈസ്റ്റേൺ ഡെൽറ്റ. അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്കെല്ലാം ഗോദാവരി നദിയിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്നുണ്ട്, ഈ കാണുന്ന മുഴുവൻ സ്ഥലങ്ങളിലേക്കും. അത് മെയിനായിട്ടും സർ ആർതർ കാട്ടൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ ഒരു, അതായത് തരിശു ഭൂമിയായിട്ട് കിടന്ന ഈ 2 ജില്ലകളിലെ ഇത്രയും സമൃദ്ധമാക്കി തീർത്തത് സർ ആർതർ കാട്ടൻ്റെ പ്രവർത്തന ഫലമാണ്. ഇതാണ് ആ ഡാമിൻ്റെ അന്നത്തെ ഡാമിൻ്റെ ചിത്രമാണത്. അന്ന് അദ്ദേഹം പണിത ഡാമിൻ്റെ ചിത്രമാണ്. ഈ സർ ആർതർ കോട്ടൺ എന്ന് പറയുന്ന വ്യക്തി ഇംഗ്ലണ്ടുകാരനാണ്. എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ചരിത്രമുണ്ട്. അത് ഞാൻ, അതായത് ഈ പിക്ചർ സർ ആർതർ കാട്ടനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്ത് കോട്ടനെയും അടക്കിയിരിക്കുന്ന ഇംഗ്ലണ്ടിലെ സ്ഥലമാണ്, ലണ്ടനിലെ UK സ്ഥലമാണ്. അവരടക്കിയിരിക്കുന്ന സ്ഥലമാണിത്. കണ്ടോ, ഇപ്പോൾ എഴുതിയിട്ടുണ്ടല്ലോ സർ ആർതർ കാട്ടൻ, ആർതർ തോമസ് കാട്ടൻ, ACSI, എലിസബത്ത് കാട്ടൻ. അവരടക്കിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പിക്ചറാണ് ഇത് കാണുന്നത്. അദ്ദേഹം കുതിരവണ്ടിയെ സഞ്ചരിക്കുന്നത് 1848. അതായത് ഇദ്ദേഹം കുതിരവണ്ടി സഞ്ചരിക്കുമ്പോൾ ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവൻ ആ നിലത്ത് വീണ് കിടന്ന് നമസ്കരിക്കുമായിരുന്നു. കാട്ടൻ ദൊറ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. ദൊറ എന്ന് പറഞ്ഞാൽ സായിപ്പുകാരനാണ്, സായിപ്പ് എന്നാണ് ദൊറ. അപ്പം അദ്ദേഹം വരുമ്പോൾ ഗ്രാമത്തിൽ അവർ ദൈവമായിട്ടാണ് ഇദ്ദേഹം ആരാധിച്ചുകൊണ്ടിരുന്നത്. ഈ വെസ്റ്റ് ഈസ്റ്റ് ഗോദാവരിയിൽ എവിടെ പോയാലും ഇദ്ദേഹത്തിൻ്റെ പ്രതിമയില്ലാത്ത ഒരു ഗ്രാമങ്ങളുമില്ല. അങ്ങനെയാണ്. ഇപ്പോഴും അവരുടെ ദൈവമായിട്ടാണ് പലരും ഇദ്ദേഹത്തെ ആരാധിക്കുന്നില്ല, കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ പിക്ചറുകളാണ് ഇത് കേട്ടോ. ആർതർ കാട്ടൻ പാപ്പി കൊണ്ടുള്ള ഗോദാവരി നദിനി പരിശീലിച്ചാണ്. പാപ്പിക്കൊണ്ട എന്ന് പറയുന്ന ഗോദാവരിയിൽ നദിയുടെ ഒരു ഭാഗമുണ്ട്. അവിടെ അദ്ദേഹം അത് നോക്കുകയാണ്. പിന്നെ നദികൾ നോക്കാതെ കുതിരപ്പുറത്ത് വരുന്നതും ആ പോകുന്നതും എല്ലാം
സാർ ആർദർ കോട്ടൻ്റെ വിവിധ രീതിയിലുള്ള പിക്ചറുകൾ ഭാവനയിൽ വരച്ചേക്കുന്ന അല്ലേ? അതായത് അന്നത്തെ സംഭവങ്ങൾ മനസ്സിൽ അതിൻ്റെ ഫോട്ടോകളുണ്ടായിരുന്നു, ആ പടങ്ങളുണ്ടായിരുന്നു, ആ ചിത്രങ്ങളുടെ ഓർമ്മകളിൽ വെച്ചിരിക്കുന്നു. അദ്ദേഹം അണക്കെട്ട് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒരു ഭാഗമാണിത്. അതുപോലെ തന്നെ ഈ മണൽ കൊണ്ടുപോകുന്ന പിക്ചറാണിത്. ഇതെല്ലാം 25 ടണ്ണ് ഉള്ള കൊണ്ടുപോകാൻ പറ്റുന്ന വള്ളങ്ങളിലാണ് ഇത് കൊണ്ടുപോകുന്നത്. അന്നത്തെ ആ ഭാവന സംഭവങ്ങളെ യഥാർത്ഥമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതാണിത്. കണ്ടോ, ഇത് റെയിൽ മാർഗം ദ്വാര ക്വാറി నుండి తెచ్చిన రాళ్లను పడవలోను నింపి അണക്കെട്ടിലേക്ക് മധ്യന ഗല ലങ്കല്ലോ ഘട്ടന, അതായത് ട്രെയിനിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ഈ ക്വാറിയിൽ നിന്ന് കരിങ്കല്ലുകൾ ട്രെയിനിൽ കൊണ്ടുവന്നിട്ട് അതിവിടെ ഈ ഗോദാവരി നദിയുടെ തീരത്തിറക്കിയിട്ടാണ് അണക്കെട്ട് പണിയുന്നത്. കണ്ടോ, അത് തള്ളിക്കൊണ്ട് പോകുന്നുണ്ട്. 1847-ലാണിത്. 1847, 1856-ലല്ലേ നമ്മുടെ മഹത്തായ വിപ്ലവമൊക്കെ ഉണ്ടാകുന്നത്. അതിനൊക്കെ മുമ്പാണ് ഈ അണക്കെട്ടിൻ്റെ പണി നടക്കുന്നത്. കണ്ടോ, ഇത് തന്നെ. ഇത് ABCD പഠിപ്പിക്കുന്നതാണ്. 1847 ജൂലൈക്ക് 10,000 మంది കൂലിയിലും 500 ಮಂದಿ വഡ്രങ്കിലും, അതായത് എത്ര 1847 അതായത് 10,000 കൂലിപ്പണി പണി ചെയ്തവരും 500 മേസ്ത്രിമാരും 500 കൊല്ലന്മാരും പിന്നെ ഈ പണിക്ക് ചേർന്നിരുന്നു രാജമണ്ഡലിൽ ഈ അണക്കെട്ട് നിർമ്മിക്കാൻ വേണ്ടി. ഓക്കെ, അതിൻ്റെ ചരിത്രം എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഇതാണ്. ఓకే 15 చక్కగా 15 తూరలు గల అడుగు అలుపులు 3 డెల్టాలకు నీరు తీసుకొని పోవుటకు ప్రధాన ద్వారం. അതായത് 15 കിലോമീറ്ററോളം നീ വെള്ളം കൊണ്ടുപോകുന്നതിൻ്റെ ആദ്യത്തെ ഭാഗത്തിൻ്റെ കൺസ്ട്രക്ഷനായി കാണുന്നത്. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങളുണ്ടോ ഇവിടെ കൊടുത്തിരിക്കുന്ന അന്ന് കാട്ടൻ്റെ ഓഫീസുകളും ഒക്കെയാണ് ഈ കാണുന്നത്. ഈ കാട്ടൻ മ്യൂസിയം. ഓക്കെ, ഉണ്ട്. ഇത് തന്നെ ഒരുപാട് പഴക്കമുണ്ട് കേട്ടോ. ഇത് 1849-ലാണിത്. ഓക്കെ, ഫെബ്രുവരിയിലാണ് ഈ കാണുന്ന പിക്ചറിൻ്റെ സങ്കല്പം. ഇത് 1862 തൊട്ട് 67 വരെയുള്ള സമയത്തെ ആ അണക്കെട്ട് നിർമ്മിക്കുന്നുണ്ട്. പിന്നെ കാര്യമുണ്ട്, ഈ അണക്കെട്ട് ഒരു പ്രാവശ്യം നശിച്ചു പോയായിരുന്നു കേട്ടോ. ഇത് തകർന്നു പോയായിരുന്നു. ഇത് 1852 ആയപ്പോഴത്തേക്ക് മാർച്ച് ആയപ്പോൾ ഈ ഇങ്ങനെയുള്ളൊരു അണക്കെട്ടാണെന്ന് പണിതുകൊണ്ടിരുന്നത്. എന്നിട്ട് വെള്ളം കൊണ്ടുപോകുന്നത്. ഇത് പിന്നെ 130 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ളൊരു സങ്കല്പമാണിത്. വീണ്ടും അണക്കെട്ടിൻ്റെ ഇത് വ്യൂ ഓഫ് ദി ധവളേശ്വരം അണക്കെട്ട്. ഇതാണ് ധവളേശ്വരം അണക്കെട്ടിൻ്റെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അന്നത്തെ നോബിൾ സ്റ്റുഡിയോക്കാരനടുത്താണ് രാജമന്ത്രി കണ്ടോ മെയിൻ റോഡ്. അതായത് ഈ ആർദർ കാട്ടൻ ജനിച്ചത് 1803-ലാണ്, മരിച്ചത് 1899-ലാണ് അദ്ദേഹം മരിച്ചത്. 99-ലാണ് അദ്ദേഹം മരിച്ചത്. ഓക്കെ, പിന്നെ ഇതാണ് ഗോദാവരിയുടെ 1839-32 വർഷത്തെ ഒരു ചരിത്രമാണ് ഈ കാണുന്നത്. 1839-ലൊക്കെ അന്നത്തെ ഗ്രാമപ്രദേശത്തിൻ്റെ പിക്ചറാണ് ഇത് കേട്ടോ. ഈ കാണാൻ പറ്റുന്നത് ഇത് ആർദർ കാട്ടനാണ്. ആർദർ കാട്ടൻ വരുന്ന ആ ഒരു അതെ അവിടെയുണ്ട്. ബേ ഓഫ് ബംഗാളിൻ്റെ അതെ അതിനെ ചിത്രീകരിച്ചിരിക്കുന്നതാണ്. ഇത് ബേ ഓഫ് ബംഗാൾ. അവിടെ അതിൻ്റെ കുറച്ചുകൂടെ കണ്ടോ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ആ പാലത്തിൽ നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആണിത്. നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് ഇത്. അദ്ദേഹത്തിൻ്റെ പടം. ഗോദാവരി വെസ്റ്റേൺ ഡെൽറ്റ വളരെ കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ കൊല്ലേരിലേക്ക്. ഓക്കെ, അല്ല ഇത്രയും കൃത്യമായിട്ട് തയ്യാറാക്കി അന്ന് വരച്ചു വെക്കണമെങ്കിൽ അത് കഴിഞ്ഞ് വരച്ചത്. എന്നാലും ഞാൻ പറഞ്ഞത് അതെ ഇത്ര കൃത്യമായിട്ട് ഇത് പ്ലാൻ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രതിമ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. പല കാലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇതുണ്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചറാണ്. അതെ 1803 എനിക്ക് ജീവനുള്ള ഒരു പ്രതിമ പോലെയാണ് കാണാൻ പറ്റുന്നത്. അതെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജനറൽ സർ ആർദർ കാട്ടനായിരുന്നു. ജനറലായിരുന്നു അദ്ദേഹം. ജനറൽ സർ ആർദർ കാട്ടൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് കേട്ടോ. ചാപ്റ്റർ ഓഫ് അച്ചീവ്മെൻറ്റ്സ് 1828-29 തൊട്ട് പാമ്പൻ പാസ് ഇംപ്രൂവ്മെൻ്റ് അദ്ദേഹം ചെയ്തു.
കാവേരി ഡെൽറ്റയിലെ തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ദ ഗ്രേറ്റ് കോൾറൂൺ ആനിക്കട്സ് ഇൻ ദ ഇയർ 1836-39 പണിതു. മദ്രാസിലെ ഹാർബർ സ്കീം 1836 അദ്ദേഹം പണിതു. അതുപോലെ പിന്നെ കൺസ്ട്രക്ഷൻ്റെ റെയിൽവേ ഫ്രം മദ്രാസ് ടു റെഡ് ഹിൽസ് 1837 അദ്ദേഹം എഞ്ചിനീയർ ആയിരുന്നു. അതുപോലെ വിശാഖപട്ടണം ഹാർബറിൻ്റെ പ്രൊജക്റ്റ് അദ്ദേഹം ചെയ്തു. പ്രിൻസിപ്പൽ പോർട്ട് ഇന്ത്യ ഇൻ ദ ഇയർ 838 തൊട്ട് 40 വരെ അദ്ദേഹം എഞ്ചിനീയർ ആയിരുന്നു. കൺസ്ട്രക്ഷൻ ഓഫ് ആനിക്കട്ട് ഓഫ് ദി റിവർ ഗോദാവരി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇറിഗേഷൻ ഇൻ ദി ഗോദാവരി ഡിസ്ട്രിക്ട്സ് ഇൻ ദ ഇയർ 1843 തൊട്ട് 52 വരെ ഈ ഗോദാവരി നദിക്ക് കുറുകുള്ള സർക്കാർ പ്രൊജക്റ്റുകളാണ്. പ്രൊജക്ട് റിപ്പോർട്ട് ഓഫ് കൃഷ്ണ ആനിക്കട്ട് ഇൻ ദ ഇയർ 1857 അദ്ദേഹം അതിൻ്റെ എഞ്ചിനീയർ ആയിരുന്നു. അതുപോലെ സുപ്രീം ഗവൺമെൻറ് ഒറീസയുടെ ഇറിഗേഷൻ പദ്ധതി 1859 അദ്ദേഹം ചെയ്തതാണ്. അതുപോലെ തുംഗഭദ്ര കനാൽ 1878 അദ്ദേഹമാണ് നിർമ്മിച്ചത്. ദ സ്കീം ഫോർ നാവിഗേഷൻ കനാൽ ത്രൂ ഔട്ട് ഇന്ത്യയിൽ അദ്ദേഹം ലിങ്കിങ് റിവേഴ്സ് ഇൻ ദ നോർത്ത് ടു ദ റിവേഴ്സ് ഇൻ ദ സൗത്ത്, അതായത് നോർത്ത് ഇന്ത്യക്കും സൗത്ത് ഇന്ത്യക്കും മധ്യത്തിലുള്ള ഒരു ലിങ്ക് റിവേഴ്സ് ലിങ്ക് അദ്ദേഹമാണ് തയ്യാറാക്കിയത്. ഓക്കെ, 30 മില്യൺ രൂപയാണ് അതിനുവേണ്ടി അദ്ദേഹം ആ കാലഘട്ടത്തിൽ ചെലവഴിച്ചത്. അത്രയും ഭയങ്കര അച്ചീവ്മെൻറ്റുകളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ പിക്ചർ ഒറിജിനൽ പ്ലാൻ ഓഫ് ദിസ് സാർ, ഇത് ഒറിജിനൽ പ്ലാനാണ് കേട്ടോ. ആ ഒറിജിനൽ പ്ലാൻ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് കണ്ടോ. 1848 AD അന്ന് ആധാർ കാർഡിന് തയ്യാറാക്കിയ ഒറിജിനൽ പ്ലാനാണ് ഈ കാണുന്നത്, ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും വലിയ അച്ചീവ്മെൻറ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ വലിയൊരു ചരിത്രമാണ് അല്ലേ? അതെ അതെ 1848 അദ്ദേഹത്തിൻ്റെ ക്രോണോളജി, അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് പറയുന്നുണ്ട്, അതായത് 1803 ഓക്കെ 10ാമത്തെ മകനായിട്ട് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഹെൻറി കാൽവേലി കോട്ടൻ്റെ മകനായിട്ടാണ് ഇംഗ്ലണ്ടിൽ അദ്ദേഹം ജനിച്ചത്. 18 കേഡറ്റായിട്ട് മിലിറ്ററി ട്രെയിനിങ് കഴിഞ്ഞു. 19 അപ്പോയിൻ്റ് സെക്കൻഡ് ലെഫ്റ്റനൻ്റായിട്ട് അപ്പോയിൻ്റ് ആയി. പിന്നെ ഓർഡിനൻസിന് വേണ്ടി സർവേക്ക് വേണ്ടി വെയിൽസ് ഇംഗ്ലണ്ടിലേക്ക് അയക്കപ്പെട്ടു. 21 ഇന്ത്യയിലേക്ക് അയക്കപ്പെട്ടു അപ്പോയിൻമെൻ്റാണ്. 21 ചീഫ് എഞ്ചിനീയേഴ്സ് ഓഫീസ് മദ്രാസിൽ ജോയിൻ ചെയ്തു. ജോയിൻഡ് ആസ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സതേൺ ഡിവിഷൻ്റെ എഞ്ചിനീയറായിട്ട് പാമ്പനിൽ സ്ട്രേറ്റിൽ അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. 24 ഫോർട്ട് ഇൻ ബർമ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അതിനുശേഷം വർക്ക്ഡ് ആസ് എഞ്ചിനീയർ ടാങ്ക് സർക്കിൾ മദ്രാസിൽ വർക്ക് ചെയ്തു. പാമ്പൻ സ്റ്റേറ്റിൽ പ്രൊമോട്ടഡ് ആസ് ക്യാപ്റ്റനായിട്ട് പുള്ളി ഉയർത്തപ്പെട്ടു. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഫോർ കാവേരി സ്കീമിന് വേണ്ടിയുള്ള പരിശീലനം നടത്തി. പിന്നെ പ്രൊസീഡഡ് ഓൺ ലീവ് ഫോർ 2.5 years ടു ഇംഗ്ലണ്ട്, 2.5 വർഷം ഇംഗ്ലണ്ടിലേക്ക് ലീവായിട്ട് പോയി. പിന്നെയും വർക്ക് തുടർന്നു കാവേരി ഡെൽറ്റയിൽ. ബട്ട് റിട്ടേൺഡ് ടു ഇംഗ്ലണ്ട് അഗെയിൻ ഡ്യൂ ടു ഇൽ ഹെൽത്ത്, ആരോഗ്യം ശരിയല്ലാതെ 1932 വീണ്ടും അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചുപോയി. പിന്നെയും ഇന്ത്യയിലേക്ക് അദ്ദേഹം വന്നു. യൂറോപ്പ് ആഫ്രിക്ക ട്രാവലിംഗ് ഫോർ 1 year അതിനുശേഷം വന്നു. 37 മദ്രാസ് പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അദ്ദേഹം ഇന്ത്യയിൽ പ്രവർത്തിച്ചു. പിന്നെ 1840 പ്രപ്പോസഡ് കൃഷ്ണ അണക്കെട്ട് അദ്ദേഹം പണിയാൻ വേണ്ടി 1840 അദ്ദേഹം വന്നു. പിന്നെ അന്ന് 1841 മിസ് എലിസബത്തുമായിട്ട് 29/10/1841 വിവാഹം നടക്കുന്നത്. പിന്നെ അങ്ങനെ 1841 29/10/1841 അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. പിന്നെ 1843 അദ്ദേഹം വീണ്ടും ഇന്ത്യയിലേക്ക് വന്നു. വിശാഖപട്ടണം പോർട്ടിന് വേണ്ടി ഒരു റിപ്പോർട്ട് അദ്ദേഹം സമർപ്പിച്ചു 1844 ഗോദാവരി ഡെൽറ്റയുടെ ഇതിൽ. 1847 അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വർഷം, സോറി അന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണമാണ്. 1847 ഗോദാവരി അണക്കെട്ടിന് വേണ്ടി അദ്ദേഹം അത് കമൻസ് ചെയ്തു. പിന്നെ 1847 തന്നെ ഓക്കെ അതന്നെ 1847 വീണ്ടും 1847 ഫൗണ്ടേഷൻ ഇട്ടു കൃഷ്ണ അണക്കെട്ടിന്. പിന്നെ 1848 പ്രൊസീഡ് ടു ഓസ്ട്രേലിയ പിന്നെയും വീണ്ടും അദ്ദേഹം രോഗിയായിട്ട് 1847 ഓസ്ട്രേലിയക്ക് തിരിച്ചുപോയി. ഹാൻഡിങ് നിരവധി 96ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. അത് വലിയ ചരിത്രമാണ്. 2 months ബട്ട് ഹി ഈസ് ഇമ്മോർട്ടൽ. ഓക്കെ
സെമിത്തേരി, അതെ അതെ അതെ, അദ്ദേഹത്തിൻ്റെ പടം കണ്ട്. സാർ, ഈ ആർതർ കാർട്ടറിൻ്റെ ചെറുപ്പത്തിലെ ഒരു ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്, അതൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇദ്ദേഹം ഈ ആർതർ കാർട്ടറിൻ്റെ ചെറുപ്പത്തിലെ ഒരു ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ഇദ്ദേഹം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ വലിയ ബുദ്ധിമാനായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയോട് സുഹൃത്തുക്കൾ പറയുമായിരുന്നു. അപ്പോൾ അമ്മ ഇത് കേട്ടുകൊണ്ടൊന്ന് ഒന്ന് പഠിക്കാൻ വേണ്ടി, ഈ മകനെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു ദിവസം സ്കൂൾ വിട്ട് വീട്ടിൽ വന്നപ്പോൾ കട്ടിലിരുന്നിട്ട് അമ്മ ചോദിച്ചു, മോനെ ഇനി മുറിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഒരു അരമണിക്കൂറോളം ആർതർ കാർട്ടൻ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, അമ്മേ, ഈ മുറിയുടെ ഏതോ ഒരു മൂല താഴേക്ക് താന്നുപോയി, അല്ലെങ്കിൽ ഒരു സൈഡ് അല്പം പൊങ്ങിയതായിട്ട് എനിക്ക് തോന്നുന്നു പറഞ്ഞു. അമ്മ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. എന്താ സംഭവിച്ചറിയാമോ? ആ കട്ടിലിൻ്റെ കീഴിൽ ഒരു ചെറിയ നാണയം ഒരു കാലിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നാണയം ഒരു കട്ടിലിൻ്റെ കാലിൻ്റെ കീഴിൽ ഇരുന്നത് പോലും മനസ്സിലാക്കാൻ കഴിവുള്ള ബുദ്ധിമാനായിരുന്നു സർ ആർതർ കാർട്ടൻ. അത്രയ്ക്കും വലിയ ഒരു ബുദ്ധിമാനായിരുന്നു ആർതർ കാർട്ടൻ. ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിലെ പിക്ചറാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണിത് കേട്ടോ, മിസ് ഹെൻറി കാൽവെല്ലി കോട്ടൺ. സോറി, അദ്ദേഹത്തിൻ്റെ അമ്മയാണിത്. ഇത് അച്ഛനാണ്, ഇത് അദ്ദേഹം. ഇത് അദ്ദേഹം അല്ലേ, ആർതർ കാർട്ടൻ. സിദ്ധാന്ത് അന്ന് ഇതൊക്കെ അന്ന് അവരുണ്ടാക്കിയിരിക്കുന്ന ആ ഗോദാവരി ഡെൽറ്റ പ്രൊജക്റ്റിൻ്റെ ഭാഗങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിലെ വെള്ളം ഒഴുകി വരുന്നതും അതെവിടെയൊക്കെയാണ് അതിൻ്റെ അണക്കെട്ട് അണക്കെട്ട് എവിടെ പണിയണമെന്നും ഇതൊക്കെ അന്നത്തെ ഏരിയ ആണ്. ഇതൊക്കെ കേട്ടോ, പ്ലാനിങ് ആണ്. ഇതൊക്കെ ആ ഒരു മോഡലുകളാണ് അതിൻ്റെ. ഇതൊക്കെ അന്നൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന മെഷീനുകളാണ് ഇത് കേട്ടോ. ഇതൊക്കെ മെഷീനുകളാണ്, അന്ന് ഉപയോഗിച്ചിരുന്ന മെഷീനുകളാണ് ഇത്. ഓരോരോ എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടില്ല കേട്ടോ, പക്ഷേ അതൊക്കെ അന്നത്തെ ഉപയോഗിച്ചിരുന്ന മെഷീനുകളുണ്ട്. അത് തന്നെ. ഇത് ബൾക്ക് സിമെൻറ്റ് കൺവെയർ. അന്ന് സിമെൻറ്റ് കൊണ്ടുപോയിരുന്ന ഒരു മെഷീനാണിത്. ബൾക്ക് കൺവെയർ, സിമെൻറ്റ് കുഴച്ചുകൊണ്ട് ഉണ്ടായിരുന്ന മെഷീനിലായിരുന്നു. നോക്കി. അതിൻ്റെ ഒറിജിനലല്ല, ആ രൂപമാണെന്ന് എനിക്ക് തോന്നുന്നു. ഹെഡ്ലോക്ക് ചേമ്പറാണ്. അതൊക്കെ എന്താണ്? പക്ഷേ ഇത് ഒറിജിനലല്ല, ഇതിൻ്റെ ഒരു റെപ്ലിക്കയാണ്. ഇല്ല, അതെ അതെ, നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പറയാണ്. അതെ അതെ, മനസ്സിലാക്കാൻ വേണ്ടി. സാധാരണ ഒരു ഗൈഡൊക്കെ കാണുന്നതാണ്, പക്ഷേ ഇവിടെ അതൊന്നും ഇല്ല. വെളിയിൽ ഒരുപാട് മെഷീനുകളുണ്ട്. ഇത് അന്നത്തെ 1986 അന്ന് അണക്കെട്ട് തകർന്നു പോയതിന് ശേഷമുള്ള ഒരു പടമാണിത് കണ്ടോ, ഫോട്ടോ ഉണ്ട്. ഇത് മെത്തേഡ് ഓഫ് ക്ലോസിങ് ദ ബീച്ച് അടയ്ക്കുന്നതിൻ്റെ ഒരു ഇതാണ്. അന്നത്തെ ആ പില്ലറുകൾ കണ്ടോ, അതെ അല്ലേ? അത് തന്നെ ഇത്രയും പ്ലാൻ ചെയ്തേ ഉണ്ടോ, ഇത് ചെയ്യാൻ പറ്റിയത് കംപ്ലീറ്റ്. അതാണ് ഏറ്റവും വലിയ ഇത്. അന്നത്തെ അണക്കെട്ടാണ് ഈ കാണുന്നത് കണ്ടോ, അണക്കെട്ടാണ്. ബീച്ച് ഓഫ് ധവളേശ്വരം അണക്കെട്ട്, അതിൻ്റെ ബീച്ചാണ് കാണുന്നത് അന്നത്തെ നടന്നു പോകുന്നത്. ഇതൊക്കെ എത്ര വർഷങ്ങൾക്ക് പിന്നിലാണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അത്ഭുതം ഉണ്ടാകുന്നത്. അതെ, കൺട്രി ബോട്ടാണിത്, വിശ്വേശ്വരം ലോക്കാണ് അന്നത്തെ പിക്ചറായത്. അതിനിടയ്ക്ക് കൂടെ പോകുന്നു. ഇത് ഫോട്ടോ. അതെ അതെ, അന്നത്തെ കാലത്തുള്ള നിർമ്മാണമാണ്. അതെ, അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവായിരുന്നു ഇത്. ഉണ്ടായിരുന്നല്ലോ, ഓണുണ്ടായിരുന്നു. പിന്നെ ഓണുണ്ടായിരുന്നു. കംപ്രസറാണ് സാറേ അത്. ഇത് എയർ കംപ്രസറാണ്. അതെ അതെ, അതായത് അണക്കെട്ടിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു എയറിൻ്റെ പ്രശ്നം ഉണ്ടായാൽ, അതായത് മണൽ കയറി അടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഈ എയർ കംപ്രസർ ഉപയോഗിച്ചുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, അത് നീക്കിക്കളയുന്നത്. അപ്പം അണക്കെട്ട് പണിയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളിൽ ആയിരിക്കാം. അന്ത ഡീസൽ ഒഴിക്കുന്ന, അതെ അതെ, അതിനോട് ഒഴിക്കുന്ന ആ ഒരു ഇത് കാണുന്നുണ്ടല്ലോ, വെള്ളം ഒഴിക്കുന്ന അല്ലേ? ഡീസൽ അല്ല, അന്ന് ഡീസലിൻ്റെ ഇപ്പോൾ ഉണ്ടായിരുന്നു. ഡീസൽ ഉണ്ടായിരുന്നു. നമ്പറൊക്കെ ഉണ്ട്. വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു സൃഷ്ടിയാണത് അല്ലേ? അന്നത്തെ മെഷീനറികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വിദ്യാർത്ഥികളെയൊക്കെ കൊണ്ടുവന്നിട്ടേ തീർച്ചയായിട്ടും അതെ. അതായത് അതെ,
ഹെർക്കുലീസ് പവർ. അത് തന്നെ ഹെർക്കുലീസിൻ്റെ മെഷീനാണ്. അതായത് ഇതിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് അണക്കെട്ടിൻ്റെ ഉള്ളിൽ ഉള്ള ഈ പിന്നെ അണക്കെട്ടിൻ്റെ ഉള്ളിൽ ഈ മണൽ വന്ന് ഫില്ലായി കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് അവരെന്താ ചോദിച്ചു കഴിഞ്ഞാൽ നാല് പിന്നെ ഈ ഫിംഗർ 4 ചെറിയ വിരലോളം നീളമുള്ള ചെറിയ കിഴുത്തുകൾ കിഴിച്ചിട്ട് ആ അണക്കെട്ടിനകത്ത് നിറയുന്ന മണൽ വെളിയിലേക്ക് കളയുന്നൊരു മെഷീനാണിത്. അതാണിത്. അതിനുപയോഗിച്ചിരുന്നൊരു മെഷീനാണ് കേട്ടെ. ഇൻഗർസോൾ സോൾഡ്രാൻഡ് കാലിക്സ് കോർ ഡ്രിൽ എന്നാണ് ഇതിന് പറയുന്നത്. എഴുതിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്ന ടെക്നോളജിയെക്കുറിച്ച് നമ്മൾ പഠിക്കണ്ടേ. ഇന്ന് ഇത്ര ഒരു മെഷീന് വലിയ പ്രത്യേകത ഇല്ലെങ്കിലും ഇതിൽ വലിയ മെഷീനുകളുണ്ടെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ 1800 ശേഷമുള്ള ഇത്രയും ടെക്നോളജികൾ ഉപയോഗിച്ചിരുന്നതിനാണ് നമ്മൾ വലിയ വില കൽപ്പിക്കേണ്ടത്. അന്നത്തെ അദ്ദേഹത്തിൻ്റെ ആർദ്ര കാർഡൻ്റെ ഒക്കെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അടുത്തൊരു മെഷീനാണ്. എന്താ ഗ്രൈൻഡിങ് മെഷീനാണ്. കണ്ടോ, അതിപ്പോഴും വർക്ക് ചെയ്തത്. ആൾക്കാർ ഇതിനകത്തോണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഇട്ട് നശിപ്പിച്ച് കളഞ്ഞിരിക്കുക. ഗ്രൈൻഡറാണ്. അതായത് 1863 അതെ അത് തന്നെ അണക്കെട്ടിൻ്റെ പണിക്ക് ഉപയോഗിച്ചിരുന്ന കേട്ടോ. എഴുതിയിട്ടുണ്ട്. ശരിയാണ്. വിക്ടോറിയ ഫൗണ്ടറി ലീഡ്സ്. ഇതൊക്കെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നായിരിക്കാനാണ് സാധ്യത അല്ലേ? കൊണ്ടുവന്നതാണ്. അതെ കണ്ടോ. അതെ കൊണ്ടുവന്നായിരിക്കാം. അതെ. അപ്പം ഈ యంత్రము అణకట్టు తెలుపులకు రివర్ట్ వేయుటకు కొరకు వాడబడినది. അതെല്ലാം കറക്കിയാണല്ലോ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഞ്ചിനീയേഴ്സ് ഉണ്ടോ. മാഞ്ചസ്റ്ററിലാണ് ഇതിൻ്റെ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് മാഞ്ചസ്റ്ററിൽ നിർമ്മിച്ച ഒരു മെഷീനാണിത്. മാഞ്ചസ്റ്ററിൽ അന്നത്തെ നിർമ്മിച്ചതാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഓക്കെ. തീർച്ചയായിട്ടും അത് അന്നത്തെ കാലത്ത് ഇതിവിടെ കൊണ്ടുവരികയും ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നതുകൊണ്ടാണ്, ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള എഞ്ചിനീയർ ആയിരുന്നുകൊണ്ടാണ് ഇതൊക്കെ അന്ന് സാധിച്ചത്. ഏതാണ് ഇത്? ആർദർ കാട്ടൻ ബാരേജ് എന്ന് പറയുന്ന പാലങ്ങൾ കണ്ടോ? നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്ന ആ സ്ഥലത്തിൻ്റെ ഒരു മോഡലായത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പാലങ്ങളാണ് ഈ കാണുന്നത്. പാലങ്ങളുടെ മോഡൽ കണ്ട. ചെറിയ പാലം, പിന്നെ വലിയ പാലം, പിന്നുള്ള വലിയ പാലം, ആ സൈഡ് ഇവിടുന്ന് പോകുമ്പോൾ ബാരേജുകളുടെ. ഈ മെഷീന് പിന്നെ മെഷീനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഇത് കണ്ടോ, ഒരു റെയിൽ പാത പോലല്ലേ നിർമ്മിച്ചിരിക്കുന്നത്. ഈ മെഷീൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ അണക്കെട്ടിൽ ഷട്ടറുകൾ ഉയർത്താനും അതുപോലെ തന്നെ അത് പിന്നെ 2009 കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ, റാൻസംസ് റാപ്പർ ലിമിറ്റഡ് ഷട്ടറൈസ് ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന മെഷീനാണിത്. ഇത് ഈ അണക്കെട്ടിൻ്റെ ഷട്ടർ വെള്ളം എന്തുമാത്രം തുറന്നു വിടണം എന്ന് പറയാൻ വേണ്ടി ഈ മെഷീൻ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഷട്ടറുകൾ തുറക്കുന്നത്. ഈ മെഷീൻ ഉപയോഗിച്ചാണ് ഷട്ടറുകൾ തുറന്നുകൊണ്ടിരുന്നത്. അതെ, സാധാരണ ഇതിന് അണക്കെട്ടിൻ്റെ ഈ ഷട്ടറുകൾ തുറക്കാൻ ചെറിയ കാര്യമല്ലല്ലോ, മനുഷ്യനെ കൊണ്ടൊന്നും പറ്റുന്നൊരു കാര്യമല്ലത്. അപ്പോൾ ഈ മെഷീനാണ് ഇതൊക്കെ തുറന്നുകൊണ്ടിരുന്നത്. ആവിയന്ത്രം ഇതിനകത്ത് ബോയിൽ ചെയ്യുമ്പോഴത്തേക്കും ഇത് കറങ്ങുമ്പം ഇതിൻ്റെ പുറകിൽ കൂടെ എന്ത് ചെയ്യും, വലിച്ചുകൊണ്ട് പോരാൻ പറ്റും. കണ്ടോ, അതാണ്. ഫോട്ടോ ആണോ വീഡിയോ ആണോ? ഇതും സ്റ്റീം ബോയിലറാണ്. കണ്ടോ, മെറി വെതർ ലണ്ടൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. കണ്ടോ, എഴുതിയിട്ടുണ്ട് കേട്ടോ. ഹാരി വെതർ ജാക്ക്മാൻസ്. ഓക്കെ, ഇതിൻ്റെ വർഷം എഴുതിയിട്ടുണ്ടോ? 1612 ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്പറാണോ? ഓക്കെ. അല്ല, മെയ്ഡ് എന്നുള്ളതിൻ്റെ ആണോ അത്? എം എന്നുള്ളത് അല്ലേ? അല്ല, ഇത് ചലിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും വർഷം ഇത് ചലിക്കുന്നുണ്ട്.
ഇവിടെ എഴുതിയിട്ടുണ്ട് ఈ ఆవిరి యంత్రము కృష్ణా అనకట్టు తలుపుల റീവൈൻഡിങ് പണിలకు വാടപടിനതി. ഈ മിഷന് ഈ കൃഷ്ണ നദിയുടെ അണക്കെട്ടിന് അണക്കെട്ടിൻ്റെ ഡോറുകൾക്ക് പണിക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു മിഷനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത്. ചക്രമൊക്കെ ഉണ്ട്. അത് വലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്. ഞാൻ ആ പുള്ളിക്ക് ഒരു മെസ്സേജ് അയച്ചേക്കട്ടെ. സാറേ ഇത് കട്ട് ചെയ്യണം അല്ലേ? ഇത് വേറൊരു മിഷൻ. ഇതിന്റെ മുകളിൽ കൂടെ ഒരു വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ താഴെയായിട്ടാണിത്. ഇതെന്താ സാറേ പീരങ്കി? പീരങ്കിയാണ്. അതെ അതെ അല്ലേ? അതെ പീരങ്കിയാണ്. ഇവിടെ രണ്ട് പീരങ്കി ഇരിപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് വെടിമരുന്ന് നിറച്ചിട്ട് ഇടുന്നതായിരിക്കും. അതെ 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 അതെ. ഇതെന്നാ സാറേ ഇത് എഴുതിയിരിക്കുന്നത് ഇത് സത്യമേവ ജയതേ എന്നാണ് എഴുതിയിരിക്കുന്നത്. സത്യമേവ ജയതേ. ഇത് അതായത് ഇത് സ്കോട്ടിഷിൻ്റെ ആണെന്ന് സാറേ. ഇതുണ്ടോ? അതെ 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 അല്ലേ? നമുക്കറിയാവുന്ന ഭാഷയല്ല. പേരൻസ് പെനീസ് കോണി അത് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ലത്. വേറെ ഭാഷയത്. അത് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. താഴെ ഇല്ല. ഇതും ഒരു പീരങ്കിയാണ്. അതെ. ഓക്കെ.